2025 ജനുവരി 16 ദക്ഷിണ ടെക്സസിലെ വിക്ഷേപണ തറയിൽ നിന്ന് കുതിച്ചുയർന്ന് 8 മിനിറ്റുകൾക്ക് ശേഷമാണ് സ്റ്റാർഷിപ്പ് മെഗാ റോക്കറ്റിന്റെ മുകളിലെ ഷിപ്പ് ഭാഗം പൊട്ടിത്തെറിച്ചത്. പ്രൊപ്പല്ലന്റ് ഇല്ലാതെ 85 ടൺ ഭാരമുണ്ടായിരുന്നു. ഭൂമിയിൽ നിന്ന് 146 കിലോമീറ്റർ ഉയരെയുള്ള ഭ്രമണപഥത്തിൽ വെച്ച് ഷിപ്പ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഭൂമിയിലെ കൺട്രോൾ റൂമുമായി സ്റ്റാർഷിപ്പിനുള്ള ബന്ധം വിച്ഛേദിച്ചതോടെ പരീക്ഷണം ദുരന്തമായി മാറി. ഇതോടെ റോക്കറ്റ് അവശിഷ്ടങ്ങൾ കരീബിയൻ ദ്വീപുകൾക്ക് മുകളിലൂടെ പാറി നടന്നു. കത്തിത്തീരാത്ത ചില അവശിഷ്ടങ്ങൾ കരീബിയൻ ദ്വീപ് സമൂഹമായ ടർക്സ് കൈക്കോസിൽ പതിച്ചതായി പരാതികളുണ്ടായിരുന്നു. 7ാം പരീക്ഷണ പറക്കലിൽ സ്റ്റാർഷിപ്പ് റോക്കറ്റിന്റെ അപ്പർ സ്റ്റേജിന് തീപിടിച്ചു. അന്തരീക്ഷത്തിലൂടെ ഭൂമിയിലേക്ക് തിരിച്ചുവരുമ്പോൾ ഏകദേശം 45.5 മെട്രിക് ടൺ മെറ്റൽ ഓക്സൈഡും 40 മെട്രിക് ടൺ നൈട്രജൻ ഓക്സൈഡും ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പടർന്നിട്ടുണ്ടാകാമെന്നാണ് പഠനത്തിൽ പറയുന്നത്. ഭൂമിയുടെ ഓസോൺ പാളിക്ക് വിള്ളലുണ്ടാക്കാൻ കാരണമാകുന്ന വാതകമാണ് നൈട്രജൻ ഓക്സൈഡ്. ഭൗമാന്തരീക്ഷത്തിൽ ഒരു വർഷം ഉൽക്കാജ്വാല മൂലമുണ്ടാകുന്ന വായു മലിനീകരണത്തിന്റെ 1/3 സ്പേസ് എക്സിന്റെ ഒറ്റ റോക്കറ്റിന്റെ പൊട്ടിത്തെറി വഴി സംഭവിച്ചത്. ഭൂമിയുടെ ഉയർന്ന അന്തരീക്ഷത്തിൽ സ്റ്റാർഷിപ്പ് പരീക്ഷണമുണ്ടാക്കിയ മലിനീകരണം കൃത്യമായി കണക്കുകൂട്ടുക പ്രായോഗികമല്ല. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.